പാടം വന്ന്. എന്താ പരിപാടി? എടാ ഞാൻ ഞങ്ങളുടെ പണ്ടത്തെ പട്ടാളത്തിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നീ ഇങ്ങോട്ട് വന്നത്. അല്ല അപ്പൂപ്പനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി ഞാൻ നിന്നതാ. അല്ല അപ്പൂപ്പൻ പട്ടാളത്തിലായോണ്ടാണ് ഇത്ര മസിൽ? എടാ അതെനിക്ക് പണ്ട് കൈപ്പണിയാ. തൂമ്പപ്പണി പറമ്പി കളിക്കാൻ പോണ പരിപാടി. പട്ടാളത്തിൽ വേണം തൂമ്പപ്പണിയാ? എടാ അതുണ്ടല്ലോ, അത് മറ്റേ അത് എന്നാന്ന് വെച്ചാൽ പണ്ട് ഈ മെഷീനൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പൊ ഞങ്ങൾ ഇന്ത്യക്കും പാകിസ്ഥാനും വേണ്ടി അതിർത്തി വെട്ടിക്കൊടുത്ത ഞങ്ങൾ ഈ തൂമ്പ വെച്ച് കളച്ചിട്ടാ. ഞാൻ പോയേക്കുവാ, എന്നെ വീട്ടിൽ അമ്മ തിരക്കുന്നുണ്ടാവും. എടാ പോയല്ലടാ, എനിക്ക് പണ്ട് ഞങ്ങൾ യുദ്ധം നടന്നപ്പോ രണ്ടുപേരെ തോളത്ത് കയറ്റിക്കൊണ്ട് പോയി വെടിവെക്കാൻ പോയ ഒരു കഥയുണ്ട്, കേൾക്കണുണ്ടോ? അതാ അപ്പൂപ്പൻ ഓർത്തോണ്ടിരുന്നു. ചെറുക്കൻ വന്നപ്പോ മുടുമ്പ്. അയ്യോ, എന്നാ പിന്നെ ഒന്ന് കിടന്നേക്കാം. അയ്യോ നൈറ്റ്. എടാ നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞു ഇതുപോലുള്ള പരിപാടിക്ക് വരുമ്പോൾ ഇതുപോലൊക്കെ നേരത്തെ കാലത്തൊക്കെ മുള്ളിട്ട് കയറി പറഞ്ഞു. അല്ല ഇപ്പൊ നീയാണ് ആശാൻ ഞാനാണ് ആശാൻ? സോറി ആശാനെ, മറന്നുപോയി. ഞാനൊരു കാര്യം അങ്ങ് പറഞ്ഞേക്കാം. ഞാനാണ് ആശാൻ, കേട്ടല്ലോ? റെസ്പെക്ട് മീ. ഓക്കെ. കള്ളനായോണ്ട് ടീച്ചറായാലും റെസ്പെക്ട് വേണം ആശാന്മാരെ. മാങ്ങത്തയ്യ ആ കാണുന്ന വീട് കണ്ട ആശാനെ? അത് പണിയില്ലാത്ത വീടല്ല ആശാനെ, അവിടെയൊക്കെ എന്തെങ്കിലും കാണും? എന്റെ പൊന്നടാവേ, ഏതെങ്കിലും തേങ്ങ തലയന്മാര് കാണും. കൊള്ളതൊക്കെ വലിച്ചു വരക്കണ്ട് പോയാ അതുകൊണ്ട് ആശാനെ വീട് പണി കഴിയാണ്ട് കിട്ടുന്ന ആശാനെ ഓണാശാനെ. അയ്യോ, നിന്റെ മാമച്ചിയുടെ മോളൊന്നുമല്ലല്ലോ. മോനെ അനന്താ ആശാനെ കണ്ട അതാണ് നമ്മൾ കയറാൻ പോകുന്ന വീട്. നല്ല ലക്ഷണത്തെ വീടല്ലേ? പിന്നെ ആശാനെ പണി കഴിയാത്ത വീട്ടിൽ എന്ത് ലക്ഷണം ആശാനെ? കൂടുതൽ ഓവർടോക്കൊന്നും വേണ്ട. ബൈ. ഇപ്പൊ നമ്മുടെ മോന്റെ ആദ്യത്തെ കന്നി മോഷണമാണ്. കയറിട്ട് അനുഗ്രഹം മേടിച്ച് കയറിക്കോളൂ. എങ്ങോട്ട്? നീ പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥനാണോ വന്നത് ഇവിടെ? അല്ല ആശാനെ, എങ്ങോട്ടാ കയറണ്ടേന്ന്? പുറകുവഴി കയറണം, മുമ്പഴി കയറണം? പറന്ന് കയറാൻ പറ്റുക? മേൽക്കൂരില്ലാത്തറം ചാടി നോക്കായിരുന്നു നമുക്കൊന്ന്. നീ പയ്യെ വായ ഒന്ന് കയറിയാ മതി. പിന്നെ ഓക്കെ. അപ്പോ എല്ലാം നമ്മൾ നീയാരാണ്? നിന്റെ അമ്മാവന്റെ കല്യാണത്തിന് പോണ? എങ്ങാണ ഇതിന്റേതായ ഒരു സയൻസ് ഉണ്ട്. അതിന്റെ ആവശ്യം ലുക്ക് അറ്റ് മൈ ബാക്ക്. ഹോൾഡ് ചെയ്ത് വെച്ച് പയ്യനതാ കൂടെ നടക്കണം. ഹലോ, നമ്മളിവിടെ ഉണ്ടല്ലോ മാമയുടെ വീട്ടിൽ സുഖവാസത്തിന് വന്നല്ല, മോഷ്ടിക്കാൻ വന്നാണ്. അപ്പൊ അതിൻ്റെതായ ഡീസൻറ്റ് നടക്ക്. എന്തുപാടാ ഇത്? ഡീസൻസി എന്റെ കുഞ്ഞ്, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലടാ. നമുക്ക് ആദ്യമേ ഡോർ തുറക്കാം. ഡീസൻ്റ് ഉണ്ട്. കെട്ട കഴിച്ചളഞ്ഞാലോ? കെട്ട കഴിച്ചോളൂ ആശാനെ. ഡീസൻ്റ് ഉണ്ട് ആശാനെ. എടാവേ, ഇത് ലോക്കിട്ടടാവന്മാര്. ഒരു കാര്യം ചെയ്യും, ഞാൻ എന്റെ ഗുരുക്കന്മാര് പഠിപ്പിച്ചെന്ന രീതിയിലുള്ള സംഭവം ചെയ്യാം. വേറൊരു പ്രശ്നമുണ്ട് ആശാനെ. എന്ത് പറഞ്ഞു? എന്റെ പൊന്നു സോമ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വല്ല നിക്കറ ഇട്ടിട്ട് വരെ. ഇതുപോലുള്ള പരിപാടി നിനക്ക് പറ്റില്ലെങ്കിൽ നിക്കറടിയിലുണ്ടെണ്ണ പറിച്ചു കളഞ്ഞാലോ? ഞാൻ എന്തായാലും കമ്പി തപ്പിട്ട് വരാം. നീ അവിടെ വെയിറ്റ് ചെയ്യും. ഓക്കെ, കമ്പി പറിച്ചു തരാമോ? കമ്പി തപ്പിട്ട് വരാമോ? ആശാനെ ആശാനെ അങ്ങോട്ട് കയറിപ്പോട്. ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു. തമ്പുരാനേടാ, അങ്ങനെയൊന്നും അല്ലടാ. കയറി വരൂ. തുറന്നില്ല നമ്മള്. ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ വെരി കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ ഓരോ സ്റ്റെപ്പും അകത്തിറക്കുന്ന ആളെ പ്രലോഭിപ്പിച്ചെഴുന്നേക്കുന്ന രീതിയിൽ ആക്കരുത്, കേട്ടല്ലോ? ഓക്കെ ആശാനെ. ഓക്കെ, എന്താ പോവാ? എന്ത് ഈ പുള്ളിനെ എഴുന്നേപ്പിച്ച് വിട്ടിട്ട് നിന്റെ മാമന്റെ കല്യാണം വിളിക്കാൻ വരുന്നതാ? അല്ല, നമുക്കെന്താ ഫാൻ്റെ സ്വിച്ച് ഓഫ്, ഭയങ്കര ചൂട്. എ സി മതിയാ? എ സി ഉണ്ടെന്ന് നമുക്ക് ചോദിച്ചാലോ? ഹലോ, എന്താടാ കാണിക്കണേ? ചോദിക്കാനല്ല ആശാനെ പറഞ്ഞേ. നീ ഒന്നും മിണ്ടാണ്ട് നോക്കാം.
എന്താ ആശാനെ? രമണിയുടെ കുടിസി ആണോ ആശാനെ? അകത്ത് എല്ലാം ഉണ്ടോ നോക്കട്ടെ. ആ ആശാനെ. വാ, വാ. ഇഷ്ടമല്ലേ? ഓ ആശാനെ. ഇവിടെ മഴ തെന്നി. ഫുഡിരിപ്പുണ്ട് ആശാനെ. പരിപ്പുഴിക്ക് രണ്ട് പൊറോട്ട ഒന്നും അല്ലടാ. രണ്ടെണ്ണം നമുക്ക് തിന്നിട്ട് തുറക്കാൻ ആശാനെ. ലോക്കർ, ഞാൻ കാര്യം പറയാം. അതായത് ഇനി തൊട്ട് നീ ഒറ്റയ്ക്കിലേക്ക് വരേണ്ടത്. അപ്പൊ പഠിച്ചേക്കണം. നമ്മൾ ലോക്ക് തുറക്കണം. ജസ്റ്റ് ഹോൾഡ് ചെയ്യണം. അപ്പൊ സൗണ്ട് ആയിരിക്കൂല. സോമ നോക്കാടാ. എന്ത് ചെയ്യും ആശാനെ നമ്മൾ? ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ സ്കൂട്ടർ കണ്ടു ആശാനെ. മെക്കാനിക്ക് പഠിക്കാൻ പോയതിന്റെ ഒരു കഥ. എന്തുവാടാ ഇത്? ആശാൻ സ്കൂട്ടർ എടുക്കാം ആശാനെ. ഞാനത് എന്തൊരു ഐഡിയ കിട്ടി തരിക്കണം. അല്ല ആശാനെ പുള്ളി നീങ്ങുന്നുണ്ടല്ലോ. എടാ സോമ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നമ്മളുടെ പരിപാടി കഴിയുന്നവരെ ആ പുള്ളി എഴുന്നേക്കാൻ പാടില്ല. നീ നോക്കിക്കോളൂ. ഓക്കെ, അണിഞ്ഞിപ്പോയി തുടങ്ങി. ഓക്കെ എടാ മാറി സോമ. ഇവിടെ വേണം. എന്തുവാടാ ഈ കാണിച്ചു കൂട്ടുന്നത്? ആശാനെ പുള്ളി സമ്മതിച്ചു പോയി ആശാനെ. കുഴപ്പമില്ല. ഒരു പുസ്തകം ബാലകനെയാ വേണോ? പിന്നെ കളിക്കുടുക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. കളിക്കുടിക്കണം ബാലകം വേണം എനിക്ക്. അയ്യോ ഓടിക്കണം. എന്താ പരിപാടി? കോട്ടയത്തുള്ള ബസ് കാത്തിരിക്കുന്നു സാറേ. അതാണോ? അത് നേരെ കുറച്ചങ്ങ് നീങ്ങിയ. ആ അവിടെ. ആ പിടിച്ചോ. നിങ്ങളിതൊരു പോയില്ലേ? ബസ് വന്നില്ല? അല്ല ബസ് പോയി. ബസ് കാണാൻ പോയി. അന്ന് അടുത്ത ബസ്സിൽ പോകും. ആ ഓക്കെ. മണ്ട് ആശാനെ ഫുഡിനെ കൊണ്ട് വെച്ചിട്ട് പോയാലോ? ഉത്തരവ് നടക്കാളല്ലേ? കവറാതിട്ടു. ഓക്കെ. ആശാനെ കിട്ടി. ആശാനെ കിട്ടി. ലൈറ്റിന്റെ കുറിച്ച് ഇതിനെ കൊണ്ടൊക്കെ വരുന്ന ഇപ്പഴാ. ദിവാന അടിച്ച് പൂക്കുറ്റിയായിട്ട് കിടക്കുക. പോവാ. ഇപ്പൊ വരാം. ഇത് സാധനം ചായപ്പൊടി എവിടെയാ? അതങ്ങ് അപ്പുറം ഇരിപ്പണ്ടടാ. ചായ ഇട്ട് കുടിക്കുക. ആരും കൂടെ എവിടെ വെച്ചാൽ ഉണ്ടാവും. നമുക്ക് ആശാനെ ആശാനെ സോമാ ഡോറടഞ്ഞ ആശാനെ. തോന്നി തോന്നി അത് അങ്ങനെ ആശാനെ ആശാനെ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടോ തുറക്കാൻ നോക്കിപ്പോ. ജർമ്മൻ ലോക്കാടാ. ആശാനെ മുതുമുത്തച്ഛന്മാര് കടിച്ചുവിട്ട സാധനങ്ങളൊക്കെയില്ലേ? എടുക്കാശാനെ. ഒരു കാര്യം ചെയ്യാം. ഡോറ് തുറക്കണ എങ്ങനെയാ? തുറക്കാൻ പറ്റില്ല.
ഐഡിയ ഉണ്ടോ ആശാനെ? പോടാ. നല്ലൊരു ഐഡിയ ഉണ്ടോ ആശാനെ? ഹലോ ഫയർഫോഴ്സ് ഡോർ നോക്കി കുത്തി തുറക്കാൻ അവരാണ്. അവർ വരുമ്പോ നീ എന്ത് പറയും? അല്ല ആശാനെ, നമ്മൾ ഈ വീഡിയോ മുച്ചായി കറിയപ്പോഴേ ലോക്കായിപ്പോയെന്ന് പറയണ്ട ഡോറ്. എന്റെ കുഞ്ഞു സോമ, നിനക്ക് എങ്ങനെയാടാ കുഞ്ഞ് ഇതൊക്കെ സാധിക്കുന്നത്? അതൊക്കെ ഒരു രീതിയാണ് ആശാനെ. പോലീസിനോട് വിളിക്കാം. പോലീസിനോട് വിളിക്കും. അവര് ഫയർഫോഴ്സ് വരെ കൊണ്ടുവന്നു, നമുക്ക് കുഴപ്പമില്ലല്ലോ. അപ്പൊ എല്ലാം ഓക്കെ. മക്കളെ നിങ്ങക്ക് വണ്ടി വന്നില്ല? അതെന്ത് പറ്റി? അറിയില്ല ആശാനെ. പണിമുടക്കാം. ആ ഇപ്പൊ വരും കേട്ടോ. ഇത്തിരി ലാഗുണ്ടാവും. ആശാനെ എന്താ ഡോറ് തുറന്നു. കണ്ട്? നവാ. എന്തിനാടാ കുഞ്ഞെ നീ ഫയർഫോഴ്സിനെ വിളിച്ചേ? അല്ല ആശാനെ, നമുക്കൊരു പരിപാടി ചെയ്യാം. ഉള്ളിലോട്ട് പോയി കണ്ടിടേ. അപ്പൊ ഫയർഫോഴ്സ് വിളിച്ചാന്ന് പറയാം.